ഹായ്, ഞാൻ വിഷ്ണു. ഞാൻ ഇന്ന് നമുക്ക് ടോപ്പിക് എടുക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ആണ് മലയാളത്തിൽ. ഞാൻ വീഡിയോസ് നോക്കിയപ്പോൾ യൂട്യൂബിൽ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ വീഡിയോസ് വളരെ കുറവാണ് സി പ്രോഗ്രാമിംഗ്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഡീപ്പിൽ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാൻ കാരണം? എന്താണ് സി പ്രോഗ്രാമിംഗ്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സി പ്ലസ് പ്ലസ് ഉണ്ട്, പൈത്തൺ ഉണ്ട്, ജാവ ഉണ്ട്. ഈവൻ നൗ നമ്മൾ എന്തുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാൻ കാരണം? സി പ്രോഗ്രാമിംഗ് മെയിൻലി യൂസ് ചെയ്യാൻ കാരണം എഫിഷ്യൻറ്റ് മെഷീൻ കോഡാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ് ആണ്, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി യൂസേജ് അത് സ്പീഡ് കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈവൻ നൗ ഇറ്റ് ഈസ് യൂസിങ് ഫോർ നമ്മുടെ മെമ്മറി, ഹാർഡ്വെയർ, വോയിസ് ഡെവലപ്മെൻറ്റ്, എംബഡഡ് സി പ്രോഗ്രാമിംഗ് എല്ലാ പ്ലേസും നമ്മുടെ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ലെവലിലാണ് സി പ്രോഗ്രാമിംഗ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആയിട്ട് ഇപ്പോൾ അത്രയും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വേറെ ലാംഗ്വേജ് ഇല്ല. ഇപ്പോഴും നമ്മൾ സി പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സി യൂസ് ചെയ്യാൻ കാരണം. ഇനി ഒരു സി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ മെയിൻ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്നാണ് പറയുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹലോ വേൾഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒന്ന് ബേസിക്സ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക് പ്രോഗ്രാം എഴുതുന്ന സി പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ ആയിരിക്കും. അത് ഹെഡർ ഫയൽ എപ്പോഴും എഴുതുന്ന പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് എന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞ ശേഷം എഴുതുന്നതാണ് ഹെഡർ ഫയൽസ്. അതാണ് സ്റ്റഡിയോ ഡോട്ട് എച്ച്. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഇൻഡ് മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫങ്ഷനാണ്. ഈ മെയിൻ ഫങ്ഷനാണ് ഇത്. അപ്പോൾ ഈ മെയിൻ ഫങ്ഷൻ റിട്ടേൺ ഇത് ഒരു സ്പെസിഫിക് ഫോർമാറ്റിലാണ് എഴുതുന്നത്. റിട്ടേൺ ചെയ്യുന്നതാണ് ഇൻറ്റീജർ. ഇപ്പോൾ ഈ സി പ്രോഗ്രാമിംഗ് എഴുതിയാൽ അതിൻ്റെ എൻട്രി സ്റ്റാർട്ടിങ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റഡിയോ ഡോട്ട് എച്ച്. ഓക്കെ, ഈ സ്റ്റഡിയോ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലാണ്. അത് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡർ ഫയലാണ്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡർ ഫയൽ ഓൾമോസ്റ്റ് എല്ലാ കേസും നമ്മൾ യൂസ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഡിപ്പെൻഡിങ് ആണെങ്കിൽ എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടന്റ് ആണ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ പ്രിന്റ് എഫ് എന്നുള്ളൊരു വേറൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രിന്റ് എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ വേൾഡ്. ആ പ്രിന്റ് എഫിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് പ്രിന്റ് ചെയ്യും, ഈ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ റിട്ടേൺ സീറോ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് റിട്ടേൺ നമുക്ക് എന്ന് പറഞ്ഞാൽ സീറോ ആണെന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി സി കമ്പൈലറാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജി സി സി ഫയൽ നെയിം ഡോട്ട്, അതായത് ഏത് ഫയൽ ഇതിലാണുള്ളത് അതിൻ്റെതാണ് ജി സി സി ഫയൽ നെയിം ഡോട്ട് സി. ഓക്കെ, കമ്പൈലേഷൻ ഓഫ് സി പ്രോഗ്രാം. ഓക്കെ. നമുക്ക് ഞാനൊരു ഓൺലൈൻ കമ്പൈലറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന എക്സാമ്പിളിന്. ഇപ്പോൾ നമ്മളിതാ കമ്പൈലർ ഇതാ ഓൺലൈൻ കമ്പൈലർ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടാവുന്നതാണത്. ഓക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു. ഓക്കെ. ഹലോ വേൾഡ് അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്ത് അത് പ്രിന്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ 1 2 3 4. ഓക്കെ. ഇതാണ് നോർമൽ സി പ്രോഗ്രാമിംഗ്. ഇങ്ങനെ റൺ ചെയ്യിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന് സംഭവിക്കുന്നത് ഈ സി പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ഞാൻ എടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു ഫയൽ ഡോട്ട് സി എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഉണ്ടാക്കിയത്. റൺ ചെയ്യുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജുകളാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രീ പ്രോസസർ സ്റ്റേജ്, കമ്പൈലർ സ്റ്റേജ്, അസംബ്ലർ സ്റ്റേജ്, ലിങ്കർ സ്റ്റേജ്. പ്രീ പ്രോസസർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഗ്രാം എഴുതിയിട്ട് ഇപ്പോൾ കമൻസ് ആയിട്ട്, അതായത് കമൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ വേരിയബിൾ എന്നുള്ളത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പോൾ പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ട് അതായത് ഇപ്പോൾ പ്രോഗ്രാംസ് ആയിട്ടുള്ള കമൻസ് ഇതാ റൈറ്റ് സി കോഡ് ഹിയർ, അത് പറഞ്ഞൊരു കമൻസ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യും ആ സ്റ്റേജ് കഴിയുമ്പോൾ, ഏത് പ്രീ പ്രോസസർ സ്റ്റേജ് കഴിയുമ്പോൾ. ഈ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഈ ആഷ് ഡിഫൈൻഡുള്ള എഴുതിയിട്ടുള്ള എന്ന് പറയുകയാണെങ്കിൽ മാക്രോസ് ആണ്.
മാക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്രോ ഡിഫൈൻ ചെയ്തിട്ടാണ് നം എന്ന് പറയുന്നത് 2 എന്നുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എവിടെ നമ്മൾ എന്ന് എഴുതിയാലും അത് 2 ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറൊരു വേരിയബിൾ ഉണ്ടാക്കി ഇൻറ്റ് കെ ഈക്വൽ ടു നം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിട്ട് അടുത്ത സ്റ്റേജിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. അതാണ് അത് പ്രീ പ്രോസസ്സർ സ്റ്റേജിൽ നടക്കുന്നത്. ഇനി പറഞ്ഞാൽ കമ്പൈലർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കിപ്പോൾ ഈ പ്രീ പ്രോസസ്സർ സ്റ്റേജിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ ഡോട്ട് ഐ ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ കമ്പൈലറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡോട്ട് ഐയിലും, പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്യുന്നത് അസംബ്ലി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് കമ്പൈലറിൽ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ കമ്പൈലർ എന്ന് പറഞ്ഞാൽ വേറെ പിന്നെ പറഞ്ഞാൽ എറർ ചെക്കിങ് ചെയ്യും. കമ്പൈൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ എറേഴ്സും കാണാം നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പൈൽ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ സ്റ്റേജിലാണ്. അതായത് കമ്പൈൽ ചെയ്യുമ്പോഴുള്ള ഒന്നാണ് കമ്പൈലർ എററൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കമ്പൈലർ സ്റ്റേജ്. എന്നിട്ട് കമ്പൈലർ എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ പോകും അസംബ്ലർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസിന് നമുക്ക് മനസ്സിലാവുന്ന കോഡല്ല. ഈ സി പ്രോഗ്രാമിംഗ് എഴുതുന്നതൊന്നും മെഷീൻസ് മനസ്സിലാവില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒബ്ജക്റ്റ് കോഡാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് അസംബ്ലറിൻ്റെ. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന എന്താണ് സോഴ്സ് കോഡ്, ആ ഇൻപുട്ട് ഡോട്ട് എസ് ഫോർമാറ്റിന് നമ്മൾ ഡോട്ട് ഒ ഫോർമാറ്റിലാക്കി മാറ്റും ഒബ്ജക്റ്റ് കോഡ്. ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ കമ്പൈലർ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കോഡ് കിട്ടിയിട്ടുണ്ട്, അതായത് ലാംഗ്വേജ് എന്താണെങ്കിൽ. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞ ഹെഡർ ഫയൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാറ്റിക് ഹെഡർ ഫയൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനാമിക് ഹെഡർ ഫയൽസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലിങ്ക് ചെയ്യണം. അപ്പോൾ ഫങ്ഷൻസ് ഒക്കെ എവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അതാണ് ലിങ്കർ സ്റ്റേജിൽ നടക്കുന്നത്. ഇപ്പോൾ കമ്പൈലേഷൻ സ്റ്റേജ് കഴിഞ്ഞു. കമ്പൈലേഷൻ സ്റ്റേജ് പിന്നെ അസംബ്ലി സ്റ്റേജിൽ മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുകയാണെന്ന് പറഞ്ഞു. ഈ ലിങ്കിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ലിങ്കർ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ദി ഒബ്ജക്റ്റ്, റിസോൾവ് സിമ്പിൾസ്, റിഫറൻസ് ആൻഡ് പ്രൊഡ്യൂസസ് ദി ഫൈനൽ എക്സിക്യൂട്ട്. അപ്പോൾ ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റുന്നത് പറഞ്ഞാൽ ലിങ്കിങ് സ്റ്റേജിലാണ്. ഈ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഫയൽ കിട്ടും. ഒരു ഈ ലിനക്സിലാണെങ്കിൽ എ ഡോട്ട് ഔട്ട് എന്നുള്ള ഫോർമാറ്റിലായിരിക്കും കിട്ടുക, നമ്മൾ പ്രത്യേകിച്ച് നെയിമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ എ ഡോട്ട് ഔട്ട് എന്നുള്ളത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പൊ നമുക്ക് ഞാനെന്ന് പറഞ്ഞ ഓൺലൈനിൽ ഒരു സിമ്പിൾ പ്രോഗ്രാം കാണിച്ചു തരാം. ഓക്കെ, ഹലോ വേൾഡ്. അപ്പോൾ ഇതാ നമ്മൾ ഹലോ വേൾഡ് റൺ ചെയ്താൽ ഹലോ വേൾഡ് 213. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ഇഷ്യൂസ്, ഇപ്പോൾ കമ്പൈലേഷൻ ഇഷ്യൂസിന് കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോമ ഇടാണ്ട് വിചാരിക്കുക, ഇതൊരു കമ്പൈലേഷൻ എററായിരിക്കും വരിക. ഓക്കെ, അതായത് സി പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ കോമ മസ്റ്റാണ്, സെമിക്കോളൻ മസ്റ്റാണ്. വിൻഡോസിൽ നമുക്ക് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി പ്രോഗ്രാമിങ്ങിനാണെങ്കിൽ ഏറ്റവും ഇപ്പോൾ അടുത്ത് കമ്പൈലർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവ് C++ എന്നിട്ടുണ്ട്. ആ ദേവ് C++ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ദേവ് C++. ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ വിൻഡോസിൽ. വിഷ്വൽ സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻസ് ചെയ്യാം, C++, പൈത്തണും എല്ലാം. അപ്പം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ബേസിക് സി പ്രോഗ്രാമിംഗ് എഴുതുക, ഫങ്ഷൻസ്, ഓപ്പറേറ്റേഴ്സ്, എത്ര തരം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, ഇതിനെല്ലാം കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ.